നമസ്കാരം. എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഉറപ്പായിട്ടും എല്ലാ കുട്ടികളും പഠിക്കുന്നതിൻ്റെ നല്ല ധൃതിയിലിരിക്കുമ്പോഴാണ് ഈ വീഡിയോയും വരുന്നത്. അതായത് മാഷ ഇത് ഇച്ചിരി നേരത്തെ ഇട്ടൂടെ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിൽ ഉത്തരം ഞാൻ നേരത്തെ അങ്ങോട്ട് പറയാം. കാരണം പ്രോബ്ലംസ് എന്ന് പറയുന്ന ഫിസിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എൻ്റെ കൂട്ടത്തിലൊരു ഇത് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു ബുക്കും അല്ലെങ്കിൽ ഒരു പേപ്പറും ഒരു പേനയോട് എടുത്തിട്ട് പതുക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഈസി ആയിട്ട് മാഷ് വരാൻ പോകുന്ന സാധ്യതയുള്ള എല്ലാ പ്രോബ്ലംസും അത്യാവശ്യം ഒരുപാടൊന്നുമില്ല, അത്യാവശ്യം വേണ്ട പ്രോബ്ലംസ് എല്ലാം മാഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ലാസ്റ്റ് വരെ കാണുക. ലാസ്റ്റിൽ കുറച്ച് ടോപ്പിക്സ് മാഷ് എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ സിലബസിൽ അങ്ങും ഇങ്ങും തൊടാത്ത പോലെ നിൽക്കുന്ന ടോപ്പിക്സ് അതുകൂടെ ഒന്ന് പഠിച്ചുകൊണ്ട് പോകണം. നിങ്ങൾ അന്നേരം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാഷ് ഇട്ടേക്കുന്നത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. അതിൽ നിങ്ങൾ യാതൊരു രീതിയിലും അതിൽ നിന്ന് ചോയ്സ് വെക്കരുത് കുഞ്ഞുങ്ങൾ ആരും. കാരണം നിങ്ങളോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച് നന്നായി വരട്ടെ എന്ന് ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ, അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത്. അന്നേരം 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണാം. ഇന്നലെ ഇട്ട 2 മണിക്കൂർ കൊണ്ട് ഫുൾ മാർക്ക് മേടിക്കുക എന്ന് പറയുന്ന ആ ടോപ്പിക്കുകളെല്ലാം ഒന്ന് കണ്ടു നോക്കണം. അതിനുള്ള സമയം നമുക്കുണ്ട്, ഇപ്പോഴും ഇഷ്ടം പോലെ സമയമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ചിലപ്പം 10, 30 മാർക്ക് 40 മാർക്കിൻ്റെയൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അവിടെ ചിലർ പെട്ടു, ചിലർ എസ്ഐസ് മാത്രം പഠിക്കും, ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കും, 1 മാർക്ക് ക്വസ്റ്റ്യൻ. ആ ഒരു വീഡിയോയും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. അതിനകത്തൊന്നും നിങ്ങൾ വിഷമിക്കണം, അതിനൊന്നും നിങ്ങൾക്ക് ഒരു സമയം എടുക്കത്തില്ല. അത് അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിരിക്കും. അതിന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യതയൊന്നും ഇല്ല. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു തരും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണോ ഒന്നും മാഷ് പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ, ടെൻഷൻ അടിക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഫുൾ മാർക്ക് വേണ്ട കുട്ടികൾ, ഈ പറഞ്ഞ പോലെ 18 മാർക്ക് 36 പല രീതിയിലാണല്ലോ കുഞ്ഞുങ്ങളെല്ലാവരും. അപ്പോൾ ഓരോരുത്തർക്കും വ്യക്തമായ ഒരു ഇതിനു വേണ്ടിയാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അതെല്ലാം ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് മാത്രമേ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് അനാവശ്യമായുള്ള വീഡിയോസ് ചെയ്ത് ഞാൻ സമയം കളയാനുമില്ല. കാരണം വളരെ പരിമിതമായ സമയമുള്ളൂ. നമുക്കിങ്ങനെ ഒരുപാട് നമുക്ക് ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം നമുക്ക് ഡെറിവേഷൻസ് ഒക്കെ പിന്നീട് എഴുതി നോക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ മറന്നു പോയേക്കാം. അന്നേരം ഇത് മാത്രം കണ്ടിട്ട് നിങ്ങൾ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. അന്നേരം അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ ഫിസിക്സിന് കൃത്യം ഒരു മാർക്ക് കിട്ടത്തുള്ളൂ. പലരും ഇൻട്രോ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഈ ഇൻട്രോ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഞാൻ പറഞ്ഞ ഈ പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൂടെ മാഷ് പറഞ്ഞു തരും. അത് നിങ്ങൾക്കൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയാണ് അത് ഇട്ട് തരുന്നത്, അങ്ങനെയുള്ള ടോപ്പിക്ക്. ഓക്കെ, അന്നേരം പൊതുപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ്. ചാപ്റ്റർ 1 നമുക്കറിയാം. ഒരുപാട് ചില ചാപ്റ്ററിൽ നിന്നൊന്നും പ്രോബ്ലംസ് ചോദിക്കത്തില്ല. ഇനി പ്രോബ്ലംസ് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അന്നേരം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്ററിനകത്തെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും ഞാൻ എഴുതുന്നില്ല. വെൻ എ പോളിത്തീൻ ഷീറ്റ് ഈസ് റബ്ഡ് വിത്ത് വൂൾ ഇറ്റ് അക്വയർസ് എ പോസിറ്റീവ് ചാർജ് ഓഫ് 300 നാനോ കുളം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. എക്സ്പ്ലെയിൻ 2 മെത്തേഡ്സ് ഓഫ് ചാർജിങ് യുവർ ബോഡി. ഇത് പ്രോബ്ലത്തിനകത്ത് സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഞാനത് പറഞ്ഞു തരാം ജസ്റ്റ്. അന്നേരം ഒരു പോളിത്തീൻ ഷീറ്റ് വൂളുമായിട്ട് റബ്ബ് ചെയ്യുന്നു. ഇറ്റ് അക്വയർസ് എ പോസിറ്റീവ് ചാർജ് ഓഫ് 300 നാനോ കുളം. അന്നേരം നിങ്ങൾ എഴുതണം Q = ഞാൻ കുറച്ചുകൂടി എഴുതി കാണിക്കാം. 300 നാനോ കുളം. സി വലുതാക്കി എഴുതണം കേട്ടോ. ഇവിടെ എല്ലാം സി ടൈപ്പിങ്ങിൽ മിസ്റ്റേക്കാണ്. സി വലുതാക്കി എഴുതണം, ഒരുപാട് വലുതാക്കണ്ട. അന്നേരം 300 നാനോ കുളം എന്ന് പറയുന്നത് എന്തുവാ? 300 × 10⁻⁹ നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹ കുളം. ഓക്കെ, അതിവിടെ എഴുതിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം എഴുതുക. ഇ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അത് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എത്ര? 1.6 × 10⁻⁻19 കൂളം. അന്നേരം നമ്മൾ Q = +- ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതിനകത്ത് Q = +/- നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ട. അന്നേരം Q = എന്താണ്? Ne എന്ന് വരും. അതിൽ നിന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? N = Q/E. Qയും Eയും ഉണ്ടല്ലോ. അന്നേരം N = 300 × 10⁻⁹ by 1.6 × 10⁻⁹. അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് N =
187.5 ഇൻറ്റു 10⁻⁻90 മുകളിൽ പോകുമ്പോൾ 10⁻19 ആവും. അന്നേരം 10⁻10 വേണമെങ്കിൽ ഇലക്ട്രോൺസ് എന്നൂടെ എഴുതാം. അത്രമാത്രം ഇലക്ട്രോൺസ് നമുക്ക് കിട്ടുന്നു. ഇതാണ് ഉത്തരം. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പാടുമില്ല. QC ±NE പ്രോബ്ലം ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് വേണ്ട. ഓക്കെ. ഇനി വാട്ട് ആർ ദി ടു മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി? രണ്ട് രീതിയിൽ ചാർജ് ചെയ്യാൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് നമുക്ക് നോക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ വന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്തതിലോട്ട് മാഷ് പോവുകയാണ്. ഓക്കെ. കൂളംസ് ലോ എന്ന് പറയുന്നതിനകത്ത് വാട്ട് ഈസ് ദി ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഹാവിങ് ചാർജസ് ഓഫ്? രണ്ട് ചാർജ് തന്നിട്ടുണ്ട്. ഒന്ന് 2 × 10⁻⁻7 കുളമ്പും രണ്ട് 3 × 10⁻⁻7 കുളം പ്ലേസ്ഡ് ഇൻ എയർ 30 സെന്റിമീറ്റർ അപ്പാർട്ട്. രണ്ട് ചാർജും ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുള്ളൂ. ഒറ്റ ഡിസ്റ്റൻസും തരുവാണെങ്കിൽ നമ്മൾ 100% എഴുതിയേക്കണം. ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ ചൂസ് ചെയ്യാനല്ലേ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നിങ്ങൾക്ക് കമൻസ് ഇടാം. F = 1/4πε0 Q1 Q2/r². എപ്പോഴും ഓർക്കുക, രണ്ട് ചാർജസും ഒരു ഡിസ്റ്റൻസേ തരത്തുള്ളൂ. ഒരു ഡിസ്റ്റൻസ്, ഞാൻ ഷോർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഡിസ്റ്റൻസ് തന്നാൽ ഏത് ഇക്വേഷൻ എഴുതണം? F = 1/4πε0 Q1 Q2/r². പല കുട്ടികൾക്കും അറിയാമായിരിക്കും 1/4πε0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻9 ആണ്. അന്നേരം ഞാൻ ആദ്യം ഇതെല്ലാം എടുത്തെഴുതണം. അവിടെയാണ് എല്ലാം മാർക്ക് പല കുട്ടികൾക്കും പോകുന്നതും കിട്ടുന്നതും. Q1 എന്ന് പറയുന്നത് രണ്ട് ചാർജ് ആകുമ്പോൾ ഒരെണ്ണത്തിനെ Q1 ആയിട്ട് എടുത്തു. 2 × 10⁻⁻7 കുളം. Q2 = 3 × 10⁻⁻7 കുളം. R = 30 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാം. അന്നേരം 30 × 10⁻⁻2 മീറ്റർ. അന്നേരം ഒരു സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 1 × 10⁻2 മീറ്റർ. ഒരു മില്ലിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 1 × 10⁻3 മീറ്റർ. ഇതൊക്കെ ഓക്കെ ആകണം കേട്ടോ. അന്നേരം F = 1/4πε0 വരെ 9 × 10⁻9. ബാക്കി അങ്ങ് ഗുണിച്ചാൽ മതി. 2 × 10⁻7 × 3 × 10⁻7 ബൈ, പലപ്പോഴും തെറ്റിക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞുതരാം, 30 സെന്റിമീറ്റർ. അന്നേരം 30 × 10⁻2 r² ഉണ്ട്. അന്നേരം ദി ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് ചെയ്യുമ്പം കൃത്യമായിട്ട് 6 × 10⁻3 ന്യൂട്ടൺ കിട്ടും. നിങ്ങൾക്ക് 0.00 എന്ന 6 അങ്ങനെയൊക്കെയാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ അതുപോലെ തന്നെ എഴുതുക. അതിനെ പിന്നീട് മാറ്റി തെറ്റിക്കേണ്ട. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനും കുളംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും കുളംസ് ലോയ്ക്കകത്ത് രണ്ട് ചാർജും തന്നു, ഡിസ്റ്റൻസും തന്നു, ഡൈലക്ട്രിക് കോൺസ്റ്റന്റും തരുവാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിനകത്ത് രണ്ട് ചാർജസ് 2 മൈക്രോ കുളം ആൻഡ് 4 മൈക്രോ കുളം are placed in a medium of dielectric constant 80. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് 3 സെന്റിമീറ്റർ. രണ്ട് ചാർജും ഒരു ഡിസ്റ്റൻസേ ഉള്ളെങ്കിൽ നമുക്ക് ഓക്കെ. F = 1/4πε0 Q1 Q2/r². എന്നാൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് തന്നാൽ കളം മാറി. ഈ ഇക്വേഷൻ വേണം. F = 9 × 10⁻9/εr. K എന്ന് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. അത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. Q1 Q2/r². ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? Q1 എന്ന് പറയുന്നത് 2 മൈക്രോ കുളമാണ്. മൈക്രോ മീൻസ് 10⁻⁻6. മൈക്രോസ്കോപ്പ് എന്ന് കേട്ടിട്ടില്ലേ? അന്നേരം 2 × 10⁻6 കുളമ്പിലോട്ട് മാറ്റി. Q2 എന്ന് പറയുന്നത് 4 മൈക്രോ കുളം. 4 × 10⁻6 കുളം. εr എന്ന് പറഞ്ഞാൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 80. R എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അത് 3 × 10⁻2 മീറ്റർ. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. F = 9 × 10⁻9/80 × 2 × ഇതേപോലെ ഇവിടെ ഇക്വേഷൻ അർത്ഥം കൊടുത്താൽ 2 × 10⁻6 × 4 × 10⁻6/3 × 10⁻2 ദി ഹോൾ സ്ക്വയർ. ഉത്തരം കറക്റ്റ് 1 ന്യൂട്ടൺ കിട്ടും. 1 പോയിന്റ് ഒന്നുമില്ല, 1 ന്യൂട്ടൺ. അവിടെയും യൂണിറ്റ് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അന്നേരം പല കുട്ടികൾക്കും വെപ്രാളം കൊണ്ട് ഭയങ്കര ടെൻഷൻ കൊണ്ടൊക്കെ പ്രോബ്ലം തെറ്റിക്കും. നിങ്ങൾ പതുക്കെ ടെൻസ്ഡ് ആകാതെ വളരെ സിമ്പിളായിട്ടൊന്ന് പ്രോബ്ലത്തെ എല്ലാം ഉള്ള പ്രോബ്ലംസ് അറിയാവുന്ന അറിയാത്തോ എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാം ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ചാർജ് ഓൺ എ ബോഡി വിച്ച് കോസസ് 12 എക്സസ് ഓഫ് പ്രോട്ടോൺസ്? പ്രോട്ടോൺ ആയാലും ഇലക്ട്രോൺ ആയാലും എല്ലാത്തിനും ചാർജ് സെയിം ആണെന്ന് ഓർത്തോണം. ചാർജ് എന്ന് പറയുന്നത് E = 1. എല്ലാത്തിനും മാസ് വ്യത്യാസമാണ്. ചാർജ് എന്ന് പറയുന്നത് E = 1.6 × 10⁻⁻19 കൂളമ്പ് തന്നെയാണ്. അന്നേരം വാട്ട് ഈസ് ദി ചാർജ്? ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം Q = ±NE. പ്ലസ് ഓർ മൈനസ് വേണ്ട. അന്നേരം Q = NE. ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം.
ഇ തന്നിട്ടില്ല. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ ആണെങ്കിൽ ഇലക്ട്രോണിൽ ഞാൻ പറഞ്ഞു ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.6 × 10⁻⁹ കൂളംബ് ആണ്. ക്യൂ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 12 ആണ്. അന്നേരം നമുക്ക് എന്നും ഇയും തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. ക്യൂ = NE 12 × 1.6 × 10⁻⁹ കൂളം. ഉത്തരം കിട്ടുന്നത് ക്യൂ = ഒരു ഈക്വൽ സൈൻ ഇപ്പുറത്ത് എഴുതിയിരിക്കണം. ക്യൂ = 19.6 × 10⁻⁻12 × 1.6 ചെയ്തെന്നുള്ളതേ ഉള്ളൂ. 10⁻⁻19 കൂളം. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ അങ്ങ് പെട്ടെന്ന് ഇതാകും, ചിലർക്ക് എളുപ്പമായിരിക്കും, ചിലർക്ക് പാടായിരിക്കാം. അടുത്തത് ഒരു വട്ടം ചോദിച്ചപ്പോൾ കുറച്ച് കുഴപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കേട്ടോ, സോറി, ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ബാലൻസ് എ ഡ്യൂട്രോൺ. ഒരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് ഡ്യൂട്രോൺ കേട്ടോ, പോസിറ്റീവ് ചാർജുള്ള. പോസിറ്റീവ് ചാർജ് വേറെ ഏതിനാ? പ്രോട്ടോൺ ആണ്. ഓഫ് മാസ്, ഡ്യൂട്രോണിന്റെ മാസ് തന്നിട്ടുണ്ട് 3.2 × 10⁻27. അത്രയും കിലോഗ്രാം ആണ്. ടേക്ക് ജി = അവർ ജി പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം 9.8 എന്ന്. അവർ തന്നിട്ടുണ്ട് 10 m/s². അവരെന്തിനാ അങ്ങനെ തരുന്നറിയോ? പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. 9.8 ആകുമ്പോൾ വീണ്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അന്നേരം നിങ്ങൾ ഇത് ചെയ്യാൻ ഡയറക്റ്റ് ഇക്വേഷൻ ഇല്ല. നമുക്കറിയാമല്ലോ ന്യൂട്ടൻ്റെ സെക്കൻഡ് അനുസരിച്ച് F = ma അല്ലെങ്കിൽ F = mg എന്ന് എഴുതാം. ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് F = QE. ഇക്വേഷൻ 1 ഉം 2 ഉം നിങ്ങൾ നോക്കിയേ. എന്നിട്ട് ഒരു സൈഡ് സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, mg = QE. നമുക്ക് വേണ്ടത് എന്തുവാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? E = mg/q. അതാണ്ട് അത്ര എഴുതിയിട്ടുള്ളൂ. ഉണ്ടോ? ഇതൊക്കെ ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഇക്വേഷൻ അല്ല. എം എഴുതിയേക്കുക 3.2 × 10⁻27 കിലോഗ്രാം. ഇ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളം. ജി എന്ന് പറയുന്നത് 10 m/s². ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3.2 × 10⁻27 × 10 by 1.6 × 10⁻⁻19. ഉത്തരം കിട്ടുന്നത് 2 × 10⁻⁻7. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ കുളം അല്ലെങ്കിൽ ന്യൂട്ടൺ കുളം (10⁻⁻1). യൂണിറ്റോട് എഴുതിയേക്കണം. ക്ലിയർ? അടുത്ത, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ഈസ് 80. വാട്ട് ഈസ് ഇറ്റ്സ് പെർമിറ്റിവിറ്റി? ചോദിച്ചിട്ടുള്ളതാണ് ഒബ്ലിക് എക്സാമിന്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് εr 80 ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എപ്സിലോൺ = ε0 εr. എപ്സിലോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം 8.85 ആണ് × 10⁻⁻12. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എപ്സിലോൺ = ε0ക്ക് പകരം 8.85 × 10⁻⁻12 × 18 എന്ന് പറഞ്ഞാൽ എപ്സിലോൺ = 708 × 10⁻⁻12. യൂണിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഒരു കോൺസ്റ്റന്റ് കുഴപ്പമില്ല. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ അതിന് പ്രശ്നം വരുന്നില്ല. അടുത്തത് ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങളൊക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1. ആൻ ഇലക്ട്രിക് ഡൈപോൾ ഹാസ് പോസിറ്റീവ് and negative charges of each separated by a distance of 5 millimeter. മില്ലിമീറ്ററിന് മീറ്റർ ആക്കുന്ന ഞാൻ പറഞ്ഞായിരുന്നു. കാൽക്കുലേറ്റ് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാനാണ് വെച്ചേക്കുന്നത്. അന്നേരം P = 2Lq. 2L എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ആണ് 5 millimeter തന്നിരിക്കുന്നത്. അന്നേരം അതിനെ 5 × 10⁻³ മീറ്റർ. ഇനി Q എന്ന് പറയുന്നത് ചാർജസ് ഓഫ് 4 മൈക്രോകുളം വന്നിട്ടുണ്ട് കേട്ടോ. ചാർജ് തന്നിട്ടുണ്ട്. Q എന്ന് പറയുന്നത് 4 മൈക്രോകുളം ആണ്. അതിനത് വിട്ടുപോയതാണ്, സോറി. 4 × 10⁻⁶ കുളം. എന്നിട്ട് P = 2Lq അല്ലയോ? 2Lന് വരെ എന്ത് കൊടുക്കാം? 5 × 10⁻³ ഇൻറ്റു Qന് വരെ എന്ത് കൊടുക്കാം? 4 × 10⁻⁶. നിങ്ങൾ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട്, കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. 5 × 4 20 10⁻³ × 10⁻⁶ 10⁻⁻10 20 × 10⁻⁹ കുളമ്പ് മീറ്റർ എന്നാണ്. കുളമ്പ് മീറ്റർ, കാരണം ചാർജിൻ്റെ കുളമ്പാണ്, ഡിസ്റ്റൻസിൻ്റെ മീറ്ററാണ് കുളമ്പ് മീറ്റർ. ഈ എൻട്രൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ ഒക്കെ പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെ, പ്രത്യേകിച്ചും ഫിസിക്സിൻ്റെ ആണെങ്കിൽ നമുക്കൊരു സ്പീഡി ഇത് വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഡൈപോൾ ഒരുപാട് വട്ടം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ലെങ്ത് 10 cm പ്ലേസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി എന്നുണ്ട്. 30 ഡിഗ്രി ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി 3 × 10⁵ ന്യൂട്ടൺ പെർ കുളം ആൻഡ് ടോർക്ക് ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 × 10⁻⁵. ഫൈൻഡ് ദി ഡൈപോൾ. രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ചാർജ്
അവിടെയാണ് പലരും ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് അങ്ങ് കണ്ടുപിടിച്ച് ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ പോകും. പക്ഷേ ഇത് നോട്ട് ചെയ്ത് വെച്ചാണ് ഇങ്ങനെയുള്ളതൊക്കെ. ഡൈപോളും കണ്ടുപിടിക്കണം, ഇലക്ട്രിക് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം. അത് 12 = 10 സെൻറ്റിമീറ്റർ. 12 എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. അതിന് മീറ്റർ ആക്കണം 10 × 10⁻² മീറ്റർ. അത് വളരെ ചെയ്ത് കഴിഞ്ഞു. ആംഗിൾ തന്നിട്ടുണ്ട് θ 30 ഡിഗ്രി. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 3 × 10⁵ Nm/Coulomb. പിന്നെ ഡൈപോൾ തന്നിട്ടുണ്ട് 5 × 10⁻⁵ Nm. ഓക്കെ. ടോർക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡൈപോളും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ചാർജ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? P കണ്ടുപിടിക്കണം, Q കണ്ടുപിടിക്കണം. അന്നേരം നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. τ = P sin θ. അതിൽ നിന്ന് P = τ/E sin θ. അന്നേരം P = ഞാൻ ആ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒന്നുകൂടി എഴുതി തരാം. ടോയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 5 × 10⁻⁵ ഇക്ക് പകരം 3 × 10⁵ sin 30 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം കിട്ടും. 3.33 × 10⁻10 കുളമ്പ് മീറ്റർ. നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല, അത് വെച്ച് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ആരും അറിയണ്ട. അന്നേരം സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയണം, അത്ര മാത്രമേ ഉള്ളൂ. ഓൺ ഓഫ് ആക്കി അത്യാവശ്യം ഉപയോഗിക്കാൻ അറിയണം. പിന്നെ ഇനി നമുക്ക് വേണ്ടത് P കണ്ടുപിടിച്ചു. ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ P = 12Q. അതിൽ നിന്ന് P = 12Q. അതിൽ നിന്ന് P = 12Q. അതിൽ നിന്ന് Q = P/12 ഈക്വൽ P എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയതാ 3.33 × 10⁻10/12 എന്ന് പറയുന്നത് എത്ര വന്നേക്കുന്നേ? 10 × 10⁻². ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് Q = 0.3 × 10⁻8 കുളമ്പ്. എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. ക്ലിയർ? അന്നേരം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിന് വരാൻ സാധ്യതയുള്ളത് പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് ഏരിയ 2 m². ഏരിയ എന്നിട്ടുണ്ട് വിത്ത് എ മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 7 ഈസ് ചാർജ് ടു എ പൊട്ടൻഷ്യൽ ഓഫ് 100 volt. ഇറ്റ്സ് പ്ലേറ്റ് സെപ്പറേഷൻ ഈസ് 0.01 millimeter. കാൽക്കുലേറ്റ് ദി കപ്പാസിറ്റൻസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും ഡൈലക്ട്രിക് കോൺസ്റ്റന്റിനകത്ത് പാരപ്ലേറ്റ് കപ്പാസിറ്ററിനകത്ത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്. C = ε0 Ka/d. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ C = ε0 A/d. ഇല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ, ഉണ്ടെങ്കിൽ ഇവിടെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട്. അന്നേരം വാല്യൂസ് എല്ലാം എഴുതി. C = ε0 Ka/d, ε0 8.85 × 10⁻12, K എന്ന് പറയുന്നത് 7, A എന്ന് പറയുന്നത് 2 m², ഉറങ്ങല്ലേ m². D = സെപ്പറേഷൻ D ആണ് 0.01 millimeter എന്ന് തന്നെ മീറ്റർ ആക്കുമ്പോൾ D = 0.01 × 10⁻³ മീറ്റർ. ഓക്കെ. അന്നേരം C = ക്യാപിറ്റൽ C = ε0 8.85 × 10⁻12 K7 × 2/0. D ക്ക് വരുന്ന 0.01 × 10⁻³ നമുക്ക് കിട്ടുന്നത് 1239 × 10⁻⁻9. ഇങ്ങനെ തന്നെ കിട്ടുന്നെങ്കിൽ പോലും കുഴപ്പമില്ല. അത്രയും യൂണിറ്റ് എഴുതിയേക്കണം ഫാരഡ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കിട്ടുന്നത് എത്രയാണോ അതിനെ കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്രയും യൂണിറ്റ് എഴുതിയിരിക്കണം. കപ്പാസിറ്റൻസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡാണ്. ക്ലിയർ? അതുപോലെ തന്നെ ഇതിൽ നിന്ന് വയ്ക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ പ്ലേറ്റ്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കണം. ഓഫ് ദി പ്ലേറ്റ് ഓഫ് 2 of പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഗിവൺ ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഈസ് 0.5 millimeter. അന്നേരം ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഇല്ല. അന്നേരം ഏത് ഇക്വേഷൻ എഴുതാം? C = ε0 A/d. അതിൽ നിന്ന് A = CD/ε0. ε0 എന്ന് പറയുന്നത് 8.85 × 10⁻12. D എന്ന് പറഞ്ഞാൽ 0.5 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനകത്ത് കേട്ടോ. സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ D = 0.5 × 10⁻² മീറ്റർ. കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 2F എന്ന് പറയുമ്പോൾ അത് കപ്പാസിറ്റൻസാണ്. F കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ്. C = 2F. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A = CD. Cക്ക് പകരം കൊടുക്കാം 2, Dക്ക് പകരം കൊടുക്കാം 0.5 × 10⁻² ε0ക്ക് പകരം 8.85 × 10⁻² ഉണ്ട്. ഈക്വലിൻ്റെ ഇപ്പുറത്ത് എഴുതണം. A = 0.112 × 10⁻10 m² ആണ്. എന്തുകൊണ്ടാണ്? ഏരിയ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് m² ആണ്. ക്ലിയർ? ഇനിയൊക്കെ എളുപ്പം ആണേ. 4 കപ്പാസിറ്റർ 4 capacitors of 4 microcoulomb microfarad connected in series parallel
കാൽക്കുലേറ്റ് ദി നെറ്റ് കപ്പാസിറ്റൻസ് ഇൻ ഈച്ച് കേസ്. അതായത് സീരീസിനും പാരലലും നെറ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ആദ്യം സീരീസ് ആണെങ്കിൽ എന്ത് ഇക്വേഷൻ? 1/c ഈസ് ഈക്വൽ ടു 4 കപ്പാസിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് 1/c1 + 1/c2 + 1/c3 + 1/c4. കാരണം C1 ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. C1 ഈസ് ഈക്വൽ ടു C2, C1 ഈക്വൽ C2 ഈക്വൽ C3 ഈസ് ഈക്വൽ ടു C4. എല്ലാം സെയിം ആണ്. എത്രയാണ്? 4 മൈക്രോ ഫാരഡ. എല്ലാം 4 ആയതുകൊണ്ട് പിന്നെ കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട. അന്നേരം നമ്മൾ 1/c ഈസ് ഈക്വൽ ടു 1/4 പ്ലസ് ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 1/4 + 1/4 + 1/4 + 1/4. ഇതൊന്നും വലിയ കാര്യമില്ല. 1/4 + 1/4 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ കാലും അരയും 1. ഇത്രയേ ഉള്ളൂ. അന്നേരം ഇത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ പോലും നമ്മുടെ C ഈസ് ഈക്വൽ ടു 1 മൈക്രോ ഫാരഡ്. അതാണ് അതിൻ്റെ ഉത്തരം. അതിൻ്റെ ഉത്തരമാണ് കേട്ടോ. സീരീസിൻ്റെ ഉത്തരമാണ് 1 മൈക്രോ ഫാരഡ് എന്നാണ്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. 1/c ചിലപ്പോൾ ഇങ്ങനെ കിട്ടിയിരുന്നു. 1/c ഈസ് ഈക്വൽ ടു 3/2. ചിലർ അങ്ങനെ എഴുതി വെക്കും. നമുക്ക് വേണ്ടത് C ആണ്. 2/3 എന്ന് എഴുതണം. 2/3 ഫാരഡ് എഴുതണം. ഇവിടെ 1 ആയതുകൊണ്ട് അവൻ ഓക്കെയാണ്. ഇനി പാരലാണെങ്കിലുള്ളതാണ് ദാണ്ട് ഈ കിടക്കുന്നത്. പാരലാണെങ്കിൽ C ഈസ് ഈക്വൽ C1 + C2 + C3 + C4 എന്ന് പറഞ്ഞാൽ C ഈസ് ഈക്വൽ ടു വൃത്തിയായിട്ട് തന്നെ എഴുതാം. C ഈസ് ഈക്വൽ ടു 4 + എന്ത് സുഖം 4 + 4 കളിക്കാം 16 മൈക്രോ ഫാരഡ്. ഇത്രയും പഠിച്ചിട്ട് പോകും. ക്ലിയർ? നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് മതി കേട്ടോ. അപ്പം കാണാൻ പറ്റില്ലല്ലേ? ഓക്കെ. അടുത്ത കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്തെ ഒരു പ്രോബ്ലം എന്ന് നമുക്ക് പറയാം. ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കൂടാണ്. എ വയർ ഈസ് ഡ്രോൺ ഇൻ ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. ഒരു വയർ അതിൻ്റെ ലെങ്ത് ഡബിൾ ആക്കി, അതായത് L എന്ന് പറയുന്നത് 2L ആക്കി. ആൻഡ് ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ ഏരിയ ക്രോസ് സെക്ഷൻ. ഒറിജിനൽ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് പകുതിയാക്കി, A/2 ആക്കി. വാട്ട് വിൽ ബി ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി? അന്നേരം റെസിസ്റ്റൻസ് നമ്മൾ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു ρL/A. പുത്തനായിട്ടുള്ള റെസിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് പുത്തനായതുകൊണ്ട് R1 എന്ന് എഴുതി. R1 ഈസ് ഈക്വൽ ടു ρ ഇൻറ്റു ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ കൊടുക്കുക. Lന് പകരം 2L/Aക്ക് പകരം A/2. അങ്ങനെ R1 ഈസ് ഈക്വൽ ടു ഈ 2 ഇങ്ങനെ മുകളിലോട്ട് കൂടെ. അങ്ങനെ 4 ഇൻറ്റു ρL/A. ρL/A കിടക്കുന്ന R. R1 ഈസ് ഈക്വൽ ടു 4R. അതായത് ദി റെസിസ്റ്റൻസ് വിൽ ബിക്കം 4 ടൈംസ് അല്ലേ? പുത്തൻ റെസിസ്റ്റൻസ് പഴയ റെസിസ്റ്റൻസിനെക്കാട്ടിൽ 4 ഇരട്ടിയായി. ഇനി വാട്ട് വിൽ ബി ദി റെസിസ്റ്റൻസ് മാത്രമല്ല കണ്ടുപിടിക്കേണ്ടത്, റെസിസ്റ്റിവിറ്റിയും വേണം. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ ക്രോസ് സെക്ഷൻ. റെസിസ്റ്റിവിറ്റി ലെങ്തിനെയും ഏരിയ ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് റെസിസ്റ്റിവിറ്റി റിമെയിൻസ് ദി സെയിം. റെസിസ്റ്റൻസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസിസ്റ്റിവിറ്റി ലെങ്തിനെ ഏരിയ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി വിൽ റിമെയിൻ ദി സെയിം. ഇത് മാത്രം നോക്കിക്കൊണ്ട് പോവുക. കളർ കോഡൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇത് നമ്മുടെ മൂവിങ് ചാർജസിനകത്തെയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മോഡലിന് ഈ വട്ടം. ഇത് ചോദിക്കാത്ത വർഷങ്ങൾ വളരെ കുറവാണ്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ. എ ഗാൽവനോമീറ്റർ വിൽ ഹാവ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ohm. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഡിനോട്ട് ലെറ്റർ G ആണ്. G ഈസ് ഈക്വൽ ടു 12 ohm. ആൻഡ് ദി മീറ്റർ എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ ഷോ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 3 milliA എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കറണ്ട് IG ആണ്, 3 milliA ആണ് എന്ന് പറഞ്ഞാൽ 3 × 10⁻³ ആംപിയർ. How will you convert this meter? This meter means galvanometer into voltmeter. അന്നേരം ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ ഓഫ് റേഞ്ച് 0 to 18 volt. എന്നിട്ട് നിങ്ങൾ R ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ട് V/IG - G. R ഈസ് ഈക്വൽ ടു ഉണ്ടോ? അതിന് R ഈസ് ഈക്വൽ ടു Vക്ക് പകരം V ഇതാണ്ട് 0 to 18 volt എന്നോട് കൊടുത്തിട്ടുണ്ട് റേഞ്ച്. 0 to 5 ആണെങ്കിൽ 5 volt, 0 to 10 ആണെങ്കിൽ 10 volt V, 0 to 18 ആണെങ്കിൽ 18 volt. അന്നേരം V എന്ന് പറയുന്നത് 18 volt, G തന്നിട്ടുണ്ട് IG. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R ഈസ് ഈക്വൽ V/IG - G. R ഈസ് ഈക്വൽ 18/3 × 10⁻³ - 12. ഇതിന് കാൽക്കുലേറ്ററൊന്നും ആവശ്യമില്ല, കാരണം ഞാൻ അല്ലാതെ ചെയ്ത് കാണിക്കാം. R ഈസ് ഈക്വൽ ടു 18/3 എത്ര ആടെ 6 ഇൻറ്റു 10⁻³ മുകളിൽ പോകുമ്പോൾ വരും 10⁻³ - 12. R ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 10⁻³ 6000 - 12. R ഈസ് ഈക്വൽ ടു 5988 യൂണിറ്റ് എന്ന് പറയുന്നത് ഓം. അത് തന്നെ ഇവിടെ കിട്ടുന്നത്. കാൽക്കുലേറ്ററൊന്നും ആവശ്യമില്ല. സിമ്പിൾ, ഹമ്പിൾ. എപ്പിടി ഇരിക്കണ സൂപ്പർ. അതിനകത്ത് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. A galvanometer has a resistance of 15 ohm and the meter will show full scale deflection on a current of 4 milliA. How will you convert this meter into an ammeter of range
അന്നേരം ഗാലനോമീറ്ററിനും അമ്മീറ്ററാണ്. 0 to 6 ആംബിയർ. അന്നേരം ജി എന്ന് പറയുന്നത് 15 ഓം ആണ്. കറണ്ട് 4 മില്ലി ആംബിയർ ആണ്. അന്നേരം ഐ ജി എന്ന് പറയുന്നത് 4 മില്ലി ആംബിയർ, 4 × 10⁻³ ആംബിയർ ആണ്. ഐ എന്ന് പറയുന്നത്, അതായത് അമ്മീറ്റർ എന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ റേഞ്ചാണ് 0 to വി അല്ല, ഇവിടെ അമ്മീറ്റർ എന്ന് പറഞ്ഞിട്ട് അത് കറണ്ടാണ്. 0 to 6 ആംബിയർ 6 ആംബിയർ. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ കൊടുക്കുക. എ സി സിക്കൽ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എ സി സിക്കൽ ഐ ജി ജി ബൈ മൈനസ് ഐ മൈനസ് ഐ ജി തിയറിക്കകത്ത് പഠിക്കുന്നതാണ്. എ സി സിക്കൽ ഐ ജിക്ക് വരെ 4 × 10⁻³ × 15/6 - 4 × 10⁻³ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇത് തന്നെ ഉത്തരം കിട്ടത്തുള്ളൂ. എ സി സിക്കൽ ടു 0.01 ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. എസ് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആൻഡ് ഓം ആണ്. അതായത് കൺവേർഷൻ ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്ററും അമ്മീറ്ററും തിയറി പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം, ഇതിനകത്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. എ സോളിനോയിഡ് ഓഫ് എ ലെങ്ത് 0.5 meter ഹാസ് 4 layers of winding 350 turns each. Radius of lower layer is 1.4 cm and carries a current of 6 ampere. Estimate the magnetic field 3 അടുത്ത് കണ്ടുപിടിക്കണം. നിയർ ദി സെൻറ്റർ ഓഫ് ദി സോളിനോയിഡ്, നിയർ ദി എൻഡ്സ്, ഔട്ട്സൈഡ് ദി സോളിനോയിഡ്. അന്നേരം എപ്പോഴും ഓർത്തോണം, സോളിനോയിഡ് പുറത്താണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. വി ഈസ് ഈക്വൽ ടു 0. അന്നേരം സി പാർട്ട് സിമ്പിൾ, ഒരു മാർഗ്ഗം അതിന് ഓട്ടോമാറ്റിക്കായിട്ടും കിട്ടും. ബി ഔട്ട്സൈഡ് ദി സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. നിയർ ദി സെൻറ്റർ ഓഫ് ദി സോളിനോയിഡ് ആണ്. ഈ തന്നിരിക്കുന്നതൊക്കെ എഴുതുകയാണ്. എൽ ഈസ് ഈക്വൽ ടു 0.50 മീറ്റർ. ഓക്കെ. ഹാസ് 4 layers of winding 350 turns. അന്നേരം ക്യാപിറ്റൽ എൻ ഈസ് 4 layers. 2 turns of winding 350 എന്ന് പറഞ്ഞാൽ 2 × 350. 3 layers ആണെങ്കിൽ 3 × 50. 4 turns ആയതുകൊണ്ട് 350 × 4 എന്ന് പറഞ്ഞാൽ 1400. ഇനി നമുക്ക് സ്മോൾ എൻ കണ്ടുപിടിക്കണം. സ്മോൾ എൻ കണ്ടുപിടിക്കണമെങ്കിൽ ക്യാപിറ്റൽ എൻ ബൈ എൽ. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 1400 ബൈ എൽ എന്ന് പറയുന്നതാണ്. അവിടെ ലെങ്ത് ആണ് 0.50 ചെയ്യുമ്പോൾ എൻ ഈസിക്കൽ ടു 2800. എന്നിട്ട് ബി ഈസിക്കൽ ടു നമ്മുടെ മെയിൻ ഇക്വേഷൻ μ0 ni. ബി ഈസിക്കൽ μ0ക്കുള്ള വാല്യൂ ആണ് 4π × 10⁻⁻7 ഇൻറ്റു എന്നിന് പകരം 2800, ഐക്ക് പകരം 6. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 2.1 × 10⁻². അവിടെ ശ്രദ്ധിക്കണം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എല്ലാ യൂണിറ്റ് ടെസ്ലയാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ്. ഇനി നിയർ ദി എൻസ് ആണെങ്കിൽ എപ്പോഴും ഓർത്തോണം, നോട്ടിനകത്തില്ല അല്ലെങ്കിൽ സിലബസിനകത്തില്ല പറഞ്ഞിട്ടില്ല, μ0 ni/2 ആണ്. ഇതിൻ്റെ പകുതിയാണ് കിട്ടേണ്ടത്. അന്നേരം ബി ഈസിക്കൽ 2.1 × 10⁻²/2 എന്ന് പറഞ്ഞാൽ ബി ഈസിക്കൽ 1.05 × 10⁻². ടെസ്ല, അവിടെയും ടെസ്ലയാണ്, നിക്കോള ടെസ്ല എന്ന് ഓർത്താൽ മതി. സോളിനോയിഡ് ഔട്ട്സൈഡ് സോളിനോയിഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. ഓക്കെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക്സിന് അതൊന്നും ചോദ്യം ചോദിക്കത്തില്ല, കാരണം ഡിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കൊന്നും ഇല്ല. എ വയർ പാസസ് ത്രൂ എ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് 0.2 × 10⁻² വെബർ ഇൻ 0.12 സെക്കൻഡ്. വാട്ട് ഈസ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദി വയർ? 5 തന്നിട്ടുണ്ട്. 0.2 × 10⁻²-2 മുകളിലാണ് വെബർ. ടി എന്ന് പറയുന്നത് 0.12 സെക്കൻഡ്. ഇ എന്ന് പറയുന്നത് d∅/dt ആണ്. നമ്മൾ ഡിഫറൻഷിയേഷൻ ഒന്നും വേണ്ട. ഇ ഈസിക്കൽ 5/t അങ്ങ് ചെയ്താൽ മതി. 5ക്ക് വരെ 0.2 × 10⁻²-0.12 ഉത്തരം കിട്ടി. അതാണ്ട് ഇത് 0.0167 EMF ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. ഓക്കെ. അന്നേരം ഇലക്ട്രോ ഇൻഡക്ഷൻ എന്നുള്ളതായി. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഫ്രം ആൻ AC സോഴ്സ് I ഈസിക്കൽ ടു I sin 314t. വാട്ട് ഈസ് ദി RMS വാല്യൂ ഓഫ് കറണ്ട്? ഇത് ഈ ഫോമിലല്ലേ കിടക്കുന്നത്? I ഈസിക്കൽ ടു I0 sin ωt. I0ക്ക് പകരം കിടക്കുന്നത് എന്തുവാണ്? I ഈസിക്കൽ ടു I0 sin ωt. ഇവിടെ ഒരു 5 ഉണ്ട് കേട്ടോ. 5 sin 314t എന്നാണ്. അന്നേരം I0ക്ക് പകരം നമുക്ക് 5 ആംപിയർ എന്ന് കൊടുക്കാം. IRMS കണ്ടുപിടിച്ചാൽ മതി. I0/√2 കേട്ടോ. ഇവിടെ ഇവിടെ 5 എഴുതാൻ വിട്ടുപോയതാണ് കേട്ടോ ക്വസ്റ്റ്യനകത്ത്. I0/√2 എന്ന് പറഞ്ഞാൽ 5 IRMS എന്ന് എഴുതുന്നതിൻ്റെ എല്ലായിടത്തും IRMS ഈസിക്കൽ 5/√2 എന്ന് പറഞ്ഞാൽ 3.535 കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ. അടുത്ത LCR സർക്യൂട്ട് പഠിക്കാനുണ്ട്. അതിന് LCR സർക്യൂട്ട് വിത്ത് L ഈസിക്കൽ ടു 0.12 ഹെൻറി.
ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി, മറക്കല്ലേ. C is equal 4.8 into 10⁻²7 farad. R is equal 23 ohm. Is connected to a variable supply at what frequency is the current maximum? F is equal 1/2 root LC എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. റെസൊണന്റ് ഫ്രീക്വൻസികൾ ഇക്വേഷൻ ആണ്. ചിലപ്പം അത് ചോദിക്കണം നിർബന്ധമില്ല, എന്നാൽ പോലും അങ്ങ് പഠിച്ചു പോകണം. 1/2 ഇൻറ്റു 2 പൈക്ക് എപ്പോഴും വാല്യൂ കൊടുത്തേക്കണം 3.14 കേട്ടോ, ഇൻറ്റു 0.12 ഇൻറ്റു 4.8 ഇൻറ്റു 10⁻⁷ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 663 ഹേർട്സ്. എന്തുകൊണ്ടാണ് ഹേർട്സ് കിട്ടുന്നത്? ഫ്രീക്വൻസിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ഹേർട്സ്. ദിസ് സർക്യൂട്ട് വിൽ ബി മാക്സിമം എപ്പോഴും കിട്ടുന്നത് അണ്ടിപ്പെടാണ്, റെസൊണന്റ് ഫ്രീക്വൻസിയിലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. ഇതിൻ്റെ യൂണിറ്റ് എഴുതുന്നത് മനസ്സിലാകും, യൂണിറ്റുകളെല്ലാം അങ്ങ് പഠിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈവൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ചിലപ്പം ഒരു ട്വിസ്റ്റ് വന്നാൽ ചില അധ്യാപകർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടാൽ, whenever it happens or not happen, അത് വന്നാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ ചിലർ ഇടുന്നൊരു ക്വസ്റ്റ്യനാണ്. പലരും ചില സ്കൂളൊന്നും ചെയ്യിപ്പിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. NCERT-ക്കകത്ത് കിടപ്പുണ്ട്. ദി ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ BY is equal to 2 into 10⁻⁷ sin 0.5 ഇൻറ്റു എന്നാണ് 10⁻³ x പ്ലസ് 1.5 ഇൻറ്റു 10⁻11 t. എന്താ ടി ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടെസ്ലയാണ്, കാരണം മാഗ്നറ്റിക് ഫീൽഡാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 3 ഇക്വേഷൻ പഠിക്കണം. EX എൻ്റെ കൂട്ടത്തിൽ പഠിച്ചു E0 sin KZ - ωt. ഞാൻ എല്ലാം പറഞ്ഞുതരാം. BY = B0 sin KZ - ωt. EX എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. E0 എന്ന് പറഞ്ഞാൽ എപ്പോഴും സൈന് മുമ്പായിട്ട് വരുന്നതും എപ്പോഴും ആംപ്ലിറ്റ്യൂഡാണ്. സൈൻ KZ, K നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ട് എടുക്കാം. അതാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അത് Z ആക്സിൽ മൂവ് ചെയ്യുന്നുള്ളതാണ്, -ωt. ഇവിടെ BY മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി Y ആക്സിസ്, B0 ആംപ്ലിറ്റ്യൂഡ്, KZ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സഞ്ചരിക്കുന്നത് Z ആക്സിലാണ്, -ωt. പിന്നെ ഈ ഇക്വേഷൻ എല്ലാം പഠിക്കുക. λ = 2π/k. K വേവ് വെക്ടർ എന്നും പറയാം കേട്ടോ. ω = നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷനാണ് 2πf. C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അതിൻ്റെ വാല്യൂ എത്ര? സിയുടെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ. E0/B0. ഈ 5 ഇക്വേഷൻ പഠിച്ചാൽ ചെയ്യാൻ എളുപ്പമാണ്. തന്നേക്കുന്ന ക്വസ്റ്റ്യൻ BY = 2 × 10⁻⁷. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അന്നേരം ഇത് ഈ ഫോമിലല്ലയോ, BY = B0 sin KZ - ωt. അന്നേരം B0ക്ക് വരെ ഇവിടെ എന്ത് കിടക്കുന്നത്? 2 × 10⁻⁷. മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, മീറ്റർ എന്ന് കൊടുത്തത് ആംപ്ലിറ്റ്യൂഡാണ് തന്നേക്കുന്നത്. 2 × 10⁻⁷ മീറ്റർ. സൈൻ കെക്ക് വരെ ഇവിടെ എന്ത് കിടക്കുന്നത്? 0.5 × 10⁻³ അതും ക്ലിയർ ആണ്. ഒമേഗ ടി നിങ്ങൾ ഇതിനെല്ലാം പകരം ഇവിടെ കിടപ്പുണ്ട്. ഒമേഗയ്ക്ക് വരെ 1.5 × 10⁻11 ഒമേഗ എന്നുണ്ട്. ഒമേഗ എന്ന് പറയുന്നതിൻ്റെ റേഡിയൻ/സെക്കൻഡ് മതി, ഫ്രീക്വൻസിക്കാണ് മറ്റേത്. ഓക്കെ. ഈ 3 വാല്യൂ എടുത്തെഴുതണം. ഈ ഫോമിൽ കിടക്കുന്നുണ്ട്. അതായത് ഈ 5 ഇക്വേഷൻ പഠിച്ചാൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി വേവ്? എളുപ്പമാണ് ഇത് കണ്ടുപിടിച്ചാൽ. വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? λ = 2π/k. λ = 2 × പൈക്ക് വരെ എന്ത് കൊടുക്കാം? 3.14 kക്ക് വരെ 0.5 × 10⁻³ λ = 12.56 × 10⁻³ മീറ്റർ. ഇതെന്തിനാണ് ഞാനിത് ജപിയെന്ന് അറിയുമോ ഞങ്ങളെ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇത് കണ്ടുപോകുന്ന കുട്ടികൾക്കോ ഒരു ഐഡിയ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഒരു മാർക്ക് കുറേ തന്ന് മാഷിനൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും പഠിപ്പിക്കാതെ വേണമെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്തെടുക്കാം. 12.56 × 10⁻³ മീറ്റർ എന്ന് പറയാനുള്ളതാണ് വേവ് ലെങ്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ. പിന്നെ രണ്ടാമത് കണ്ടുപിടിക്കേണ്ട അവർ പറയുന്നുണ്ട് ഫ്രീക്വൻസി ഓഫ് ദി വേവ് കണ്ടുപിടിക്കണം. അതിന് ω = 2πf. അതിന് F = ω/2π. F = ഒമേഗയ്ക്ക് വരെ തന്നിട്ടുണ്ട് 1.5 × 10⁻11 2 പൈയുടെ വാല്യൂ തരണ്ട 3.14. ഉത്തരം കിട്ടുന്നത് 2.386 × 10⁻10 ഹേർട്സ് ആണ്. ഹേർട്സ് യൂണിറ്റ് ആണ് ഫ്രീക്വൻസിയുടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇത് മാത്രം ചോദിക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ EX = E0 sin KZ - ωt. പക്ഷേ ക്വസ്റ്റ്യനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് Y ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ്? Y ഡയറക്ഷനില്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സഞ്ചരിക്കുന്നത് X ഡയറക്ഷൻ. 3 ആക്സിസേ ഓൾറെഡി എക്സും വൈയും ഇസഡും. മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി സഞ്ചരിച്ചു Y ആക്സിൽ, ഇലക്ട്രോമാഗ്നറ്റിക് വേവും സഞ്ചരിച്ചു X ആക്സിൽ. എക്സും
വൈയും കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷൻ സഞ്ചരിക്കും? എക്സ് വൈ കഴിഞ്ഞാൽ ഇസഡ്. അതുകൊണ്ടാണ് ഇക്വേഷൻ തന്നെ ഇങ്ങനെ നമ്മൾ ആക്കണം. ഇ ഇസഡ് ഈസ് ഈക്വൽ ടു മറ്റേ ഫോമിൽ തന്നെ സൈൻ, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ E0 എന്നുണ്ട്. E0 സൈൻ, പിന്നെ ഈ വാല്യൂ തന്നെ എഴുതുക 2 ഇൻറ്റു സൈൻ 0.5 ഇൻറ്റു 10⁻³ x 3 പ്ലസ് 1.5 ഇൻറ്റു 10⁻11t. ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട് പെർ മീറ്റർ. അന്നേരം നിങ്ങൾ ഓർക്കേണ്ടത് ഇത് ഇസഡ് ആയാനുള്ള കാരണം മനസ്സിലായല്ലോ. കാരണം മറ്റേത് വൈയിലും എക്സിലും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഇസഡ് ഈ ഫോം ഇവിടെ E0 വിട്ടുപോയതാണ്. ഈ E0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത്ര ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. അന്നേരം C = E0/B0. അതിൽ നിന്ന് E0 കണ്ടുപിടിക്കണം, C × B0. അന്നേരം E0 = C എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു 3 × 10⁸ ഇൻറ്റു B0 ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 × 10⁻⁻7. അവിടെ കാൽക്കുലേറ്ററിനൊന്നും ആവശ്യമില്ലടേ. E0 = 3 × 2 6 10⁸8 × 10⁻7 എന്ന് പറഞ്ഞാൽ 10⁻1. 6 × 10⁻1 എന്ന് പറഞ്ഞാൽ 60 ഉണ്ടോ? എന്നിട്ട് ഈ ഇക്വേഷനകത്തോട്ട് E0ക്ക് പകരം ഇതങ്ങ് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. EZ = 60 സൈൻ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കി E0 കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. ഇക്വേഷൻ ശ്രദ്ധിച്ചോണം. ഇച്ചിരി ടഫാണെങ്കിലും ഒന്ന് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകുന്നത് നന്നായിരിക്കും. ഇനി നമ്മുടെ ഇതുകൂടെ ഉള്ളൂ 2 പ്രോബ്ലം. റേ ഓപ്റ്റിക്സ് അതൊന്ന് പരീക്ഷയ്ക്ക് ഈ വട്ടം ചോദിച്ചാണ്. ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള ഇക്വേഷൻ n = 1/sin c. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ എ മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3. n തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ചിലയിടത്ത് മ്യൂ എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. അതിന് ചില അധ്യാപകർക്ക് അത് ഇഷ്ടമാണ്. ഇത് എഴുതിയാലും മ്യൂ എന്ന് എഴുതിയാലും n എന്ന് എഴുതിയാലും എല്ലാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. n = √3 തന്നിട്ടുണ്ട്. n = 1/sin c. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാണ്? ക്രിട്ടിക്കൽ ആംഗിൾ C ആണ് കണ്ടുപിടിക്കേണ്ടത്, sin c അല്ല. അന്നേരം sin c = 1/n. sin c = 1/√3. c = നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അന്നേരം ഇപ്പം tan θ = 5 ആണെങ്കിൽ θ = tan ഇൻവേഴ്സ് 5 എന്നല്ലേ നിങ്ങൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ c = sin ഇൻവേഴ്സ് 1/√3. ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അറിയാമല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിന് മലയാളം നോക്കിയാൽ മതി. നിങ്ങൾ ഷിഫ്റ്റ് അടിച്ചിട്ട് സൈനിൽ ഒന്ന് പ്രസ് ചെയ്താൽ സൈൻ ഇൻവേഴ്സ് വരും കേട്ടോ. ഷിഫ്റ്റ് അല്ല, ഷിഫ്റ്റ്. ഓക്കെ. അതായത് സി സൈൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ ഏകദേശം 35.3 ഡിഗ്രി. എന്നിട്ട് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഒറ്റ പ്രോബ്ലമോടെ ഉള്ളൂ നമുക്കിതിനകത്ത്. കാൽക്കുലേറ്റ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ആൻ ഈക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം. ഈക്വിലാറ്ററൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾ എല്ലാം ഇപ്പം 180, ഒരു ഗ്ലാസ് പ്രിസം ഈക്വിലാറ്റർ ആകുമ്പോൾ 180 ഡിഗ്രിയാണ് മൊത്തം വരുന്നത്. ഓരോന്നും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഫോർ വിച്ച് ദി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈ 60 ഡിഗ്രി. അന്നേരം ഈക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം ആണെങ്കിൽ എപ്പോഴും ഓർത്തോണം A എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഡിയും ഇവിടെ തന്നിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. നല്ലൊരു കോയിൻസിഡൻസ് ആണ്, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അന്നേരം എന്ത് കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണ്. n = sin a + d/2/sin a/2. sin 60 + 60 കാരണം എയും ഡിയും 60 /2/16/2. 60 + 60 120/2 എന്ന് പറഞ്ഞാൽ sin 60. sin 60/sin 30. തെറ്റിക്കരുത്. sin 60 എന്ന് പറഞ്ഞാൽ √3/2. sin 30 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ √3/2 ഇൻറ്റു ചെയ്യുമ്പോഴത്തേന് 1/2 തിരിച്ചു വരും. 2/1. 2 ഇൻറ്റു ക്യാൻസൽ. ഉത്തരം √3. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് യൂണിറ്റ് നെഹി. അന്നേരം ഇത്രയും പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് പഠിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം പോകണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാഷ് പഠിപ്പിക്കുന്ന ടോപ്പിക്സ് ഒന്ന് പഠിച്ചോ. നിങ്ങൾ പഠിച്ചിട്ട് കാണും അതൊക്കെ. എന്നാൽ പോലും ജസ്റ്റ് ഞാൻ പറയുന്നത് പോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് അതുകൂടെ ആ പോർഷൻസ് കവർ ചെയ്യാം. കുഴപ്പമില്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പ്രയാസം വരുമെന്ന് വിചാരിച്ചാൽ. അന്നേരം നെവർ എവർ ഗിവ് അപ്പ്. അടുത്ത കുഞ്ഞ് 2 ടോപ്പിക്കിലേക്ക് ചിലപ്പോൾ കൊനസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചാണ്. അതോട്ട് പോകാം. അന്നേരം ഇവിടെ വെച്ച് നിർത്തരുത്. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ അടുത്ത പേജിൽ അത് കിടപ്പുണ്ട്. ഓക്കെ. അന്നേരം ഞാനൊരു എക്സ്ട്രാ ടോപ്പിക്കോടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ്. ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യും. ആറ്റംസ് ന്യൂക്ലിയക്കകത്ത് ഇവർ ഈ കറക്റ്റായിട്ട് കൺസെപ്റ്റ് ഏതൊക്കെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഡിലീറ്റഡ് ടോപ്പിക് ഏതാണെന്നൊക്കെ ചിലതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനകത്ത് ഈ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതാണ് റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡലും. അത് കെമിസ്ട്രി പഠിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ട് കളയരുത്. പരീക്ഷ എഴുതുന്ന നേരം നിങ്ങളിലൊന്നും കാണത്തില്ല അത്. അന്നേരം റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡലും ബോറിൻ്റെ ആറ്റം മോഡലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് പഠിച്ച് കേൾപ്പിക്കാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. അതായത് ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോകണം. ചോദിക്കാതിരിക്കുക അതൊക്കെ നമുക്ക് രണ്ടാമത്തെ വിഷയമാണ്. നമ്മളൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പറയത്തില്ല.
ചോദിക്കാൻ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ഞാൻ 55 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പക്ഷേ ഇത് എല്ലാവരും ഷെയർ ചെയ്യുക, ഇതൊന്ന് പഠിച്ചുകൊണ്ട് പോവുക. റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ദി ആറ്റം. നമുക്കറിയാം റുദർഫോർഡാണ് ഒരു ന്യൂക്ലിയർ മോഡൽ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ. അന്നേരം ഈ റുദർഫോർഡ് പറഞ്ഞാൽ കുഞ്ഞൊരു ഡയഗ്രം കണ്ടോ ഇവിടെ, ആണ്ടേ കുഞ്ഞൊരു ഡയഗ്രം ഉണ്ട്. അതിനകത്ത് ആറ്റത്തിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ്. റുദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ആറ്റത്തിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ്, അതിന് പോസിറ്റീവ് ചാർജാണ് അല്ലേ. അക്കോർഡിംഗ് ടു റുദർഫോർഡ്, ആറ്റം കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് വിത്ത് ഇലക്ട്രോൺ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ് വിത്ത് എ സർക്കുലർ ഓർബിറ്റ്. അതായത് ആറ്റത്തിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ്, അതിന് പോസിറ്റീവ് ചാർജ്, അതിന് ചുറ്റും പോസിറ്റീവ് ചാർജാണ്, അതിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത് സർക്കുലർ ഓർബിറ്റിലാണ്. പക്ക ഇതെല്ലാം കറക്റ്റാണ്, ഇതെല്ലാം പെർഫെക്റ്റ് ആണ്. അന്നേരം ആറ്റത്തിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ് എന്ന് റുദർഫോർഡ് പറഞ്ഞ കറക്റ്റാണ്, അതിന് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, അതിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഏത് ഓർബിറ്റിലാണ്? സർക്കുലർ ഓർബിറ്റാണ്. കണ്ടോ, ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഓർബിറ്റിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ ഈ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അത് എനർജി റേഡിയേറ്റ് ചെയ്യും. അവസാനം ആറ്റവും നമ്മുടെ ന്യൂക്ലിയസും തമ്മിൽ കൊളാപ്സ് ആവും. Therefore റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ഒരു ഫെയില്യൂറായി മാറും. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളവാകത്തുള്ളൂ എന്ന് പറയുന്ന പോലെ റുദർഫോർഡ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതിൻ്റെ വന്നപ്പം ഫെയില്യൂറായി പോയപ്പോഴത്തേന് അടുത്ത ആശാൻ കയറി അവിടെ. അവനാണ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിൽ അദ്ദേഹം 3 പോസ്റ്റുലേറ്റ്സാണ്. ആ 3 പോസ്റ്റുലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ബോർ ആറ്റം മോഡലിൽ ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കൺസെപ്റ്റ് റുദർഫോർഡിൻ്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞു റുദർഫോർഡ് പറഞ്ഞേക്കുന്നതൊക്കെ ശരിയാണ്. ആദ്യത്തെ ഭാഗങ്ങളല്ല, ആറ്റത്തിൻ്റെ സെൻറ്റർ ന്യൂക്ലിയസ് ആണ്, അതിന് പോസിറ്റീവ് ചാർജാണ്, അതിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത് എന്താണ്? സർക്കുലർ ഓർബിറ്റാണ്. അതാണ് ആദ്യത്തെ പാരഗ്രാഫിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിനകത്ത് അദ്ദേഹം പറഞ്ഞു, എക്സ്ട്രാ പറഞ്ഞ കാര്യം, ഈ ന്യൂക്ലിയസിനൊരു സ്റ്റെബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് 2 തരം ഫോഴ്സ് വേണം. ഒന്ന് ഇലക്ട്രോൺ കറങ്ങുന്നതുകൊണ്ട് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും, ഇലക്ട്രോണാണ് കറങ്ങുന്നതുകൊണ്ട് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും, പിന്നെ കറങ്ങുന്നതുകൊണ്ട് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സും ബാലൻസ് ചെയ്താൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. അതാണ് അടുത്തതിനകത്ത്. നിങ്ങൾ 2 വാക്ക് അവിടെ ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾ സ്വന്തം സെൻറ്റൻസ് എഴുതിയാൽ മതി. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സും. ഓക്കെ, ഇത് ആദ്യത്തെ പോസ്റ്റുലേറ്റ്. റുദർഫോർഡ് പറഞ്ഞ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയാമോ, ഈ ഓരോ ഓർബിറ്റിൽ കിടന്ന് കറങ്ങുമ്പോഴല്ലോട് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ എനർജിയുടെ തോതനുസരിച്ച് കൃത്യമായിട്ട് കുറേ ഷെല്ലുകൾ ഓരോന്നിനും കറങ്ങാൻ കൃത്യമായിട്ട് ഓരോ സമയമുണ്ടെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരത്തില്ലല്ലോ. അന്നേരം ഈ എനർജി റേഡിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊളാപ്സ് വരികയോ ചെയ്യത്തില്ല. അന്നേരം ഓരോ എനർജി ലെവൽ അനുസരിച്ച് ഓരോ ഓർബിറ്റിലൂടെ അതിനൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓർബിറ്റ്സിലൂടെ കറങ്ങാമെന്ന് പറഞ്ഞു. അതാണ് ഇലക്ട്രോൺ ക്യാൻ മൂവ് ഓൺലി ഇൻ സർട്ടൻ സ്പെസിഫൈഡ് ഓർബിറ്റ്സ് വൈൽ മൂവിങ് അലോങ് ദിസ് ഓർബിറ്റ് റൗണ്ട് ദി ന്യൂക്ലിയസ് ദി ഇലക്ട്രോൺ ഡസ് നോട്ട് റേഡിയേറ്റ് എനർജി. ഇങ്ങനെ ഓർബിറ്റിലൂടെ ഇങ്ങനെ കൃത്യമായി ഓരോ എനർജിക്ക് അനുസരിച്ച് ഓരോ ഇലക്ട്രോൺ ഇങ്ങനെ കൃത്യമായിട്ട് റിവോൾവ് ചെയ്താൽ അത് എനർജി റേഡിയേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ റേഡിയേറ്റ് ചെയ്യാത്ത നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സിനെ അദ്ദേഹം പറഞ്ഞ പേരാണ് സ്റ്റേഷനറി ഓർബിറ്റ്സ് അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ്സ്. സ്റ്റേഷനറി ഓർബിറ്റ്സ് അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ്സ്. അതായത് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ എനർജിയുടെ അനുസരിച്ച് ഓരോ ഓർബിറ്റിലൂടെ അത് കറങ്ങുമ്പം അത് കൃത്യമായിട്ട് അത് കറങ്ങുമ്പോൾ ഒരിക്കലും അത് എനർജി റേഡിയേറ്റ് ചെയ്യത്തില്ല. ആ എനർജി റേഡിയേറ്റ് ചെയ്യാത്ത ഓർബിറ്റ്സിനെ പറയുന്ന പേര് സ്റ്റേഷനറി ഓർബിറ്റ്സ് അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ്സ്. ഓക്കെ, അദ്ദേഹം ആ രണ്ടാമത്തെ പോസ്റ്റുലേറ്റിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം ഇവിടെ കൊണ്ടിട്ടു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ആംഗുലർ മൊമെൻറ്റം ഡിനോട്ട് ലെറ്റർ L ആണ്. അന്നേരം ഈ L ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അന്നേരം L ഈസ് ഈക്വൽ ടു NH/2π. അന്നേരം L ഈസ് ഈക്വൽ ടു NH, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ N ആണ്, h/. അന്നേരം L ഈസ് ഈക്വൽ NH/2π. ഇതും സെക്കൻഡ് പോസ്റ്റുലേറ്റാണ്. ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിനകത്ത് വരുന്ന രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത്തെ മെയിൻ പോയിന്റ് ഇതാണ്. മൂന്നാമത്തെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു, എമിഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് എനർജി ടേക്സ് പ്ലേസ് വെൻ ആൻ ഓർബിറ്റ് ജംപ്സ് ഫ്രം വൺ പെർമിറ്റഡ് ഓർബിറ്റ് ടു അനദർ. കാരണം ഇങ്ങനെ ജമ്പ് ചെയ്യുക, മണ്ടക്കോട്ട് ജമ്പ് ചെയ്ത് പോകാം ഒരു ഇലക്ട്രോൺ. അന്നേരം അത് അവിടെ എമിഷൻ നടക്കാം, അബ്സോർപ്ഷൻ നടക്കാം എന്ന് പറഞ്ഞു. ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പം അന്നേരം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. അന്നേരം അതിൻ്റെ h/c അന്നേരമുള്ള ഇക്വേഷൻ h/2 = E2 - E1. E1 എന്ന് പറയുന്നത് ഇന്നർ ഓർബിറ്റും E2 എന്ന് പറയുന്നത് ഔട്ടർ ഓർബിറ്റും. h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോണിൻ്റെ എനർജിയാണ്. അതിന് ന്യൂ കണ്ടുപിടിച്ചേ, ന്യൂ ഫ്രീക്വൻസി, ന്യൂ = E2 - E1/h. ഇതിനെ പറയുന്ന പേരാണ് ബോർ ഫ്രീക്വൻസി. ഈ ഇക്വേഷനെ പറയുന്ന പേര് ബോർ ഫ്രീക്വൻസി അല്ല, ഈ ഫ്രീക്വൻസിയെ പറയുന്ന പേര് ബോർ ഫ്രീക്വൻസി, കണ്ടീഷനെ പറയുന്ന പേര് ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ. ഇതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഒരു പക്ഷേ
നമ്മളോട് റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ പറ്റണം. ബോറിൻ്റെ 3 പോസ്റ്റുലേറ്റ് ചോദിക്കുകയാണെങ്കിൽ 3 പോസ്റ്റുലേറ്റും കുഞ്ഞുങ്ങൾ എഴുതണം. ഓക്കെ, അതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറഞ്ഞത്. അതിനോട് ചേർന്ന് പഠിക്കേണ്ടതാണ്. പല കുട്ടികളും ഇതൊക്കെ അങ്ങ് മിസ് ചെയ്യും. 55 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അതില്ല, ചിലപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ ഓൺ ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. അവിടെ ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് വന്നിട്ട് സെക്കൻഡ് പോസ്റ്റുലേറ്റ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ പ്രൂവ് ചെയ്യുകയാണ്. നോക്കിക്കോണേ എന്തൊക്കെ പരിപാടികളാണ് തന്നേക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ റുദർഫോർഡും ബോറൊക്കെ പറഞ്ഞത് ആറ്റത്തിൻ്റെ സെൻറ്റർ ന്യൂക്ലിയസ് ആണ്, അതിന് ചുറ്റും ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യുന്നത് പറഞ്ഞു. അണ്ണൻ പറഞ്ഞത് ഇലക്ട്രോണിന് പകരം അവിടെ ഒരു വേവ് ആണ്, ഇലക്ട്രോൺ ഒരു വേവിൻ്റെ രൂപത്തിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വേവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അന്നേരം അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്സ്, എ സർക്കുലർ ഓർബിറ്റ് ഈസ് സെറ്റ് ടു ബി സ്റ്റേഷനറി ഇഫ് ഇറ്റ് സർക്കംഫറൻസ് കണ്ടെയ്നിങ് ആൻ ഇൻ്റഗ്രൽ നമ്പർ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? 2πr. സർക്കിളിൻ്റെ സർക്കിളില്ലേ ഇത്? 2πr ഈസ് ആൻ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം ഇൻ്റഗ്രൽ നമ്പർ ഓഫ് n. ഡി ബ്രോഗ്ലി വേവ് എന്ന് പറഞ്ഞാൽ ലാംഡ. ഇവിടെ ലാംഡ ഒരു ഇത്ര സ്റ്റൈലിൽ അങ്ങ് എഴുതി പോയെന്നുള്ള ലെറ്റർ കിട്ടാഞ്ഞിട്ടായിരിക്കും ഇതിനകത്ത് n ലാംഡ ഇത് കേട്ടോ. n ലാംഡയാണേ, സോറി n ലാംഡ ഇത് തന്നെ 2πr ഇസിൽ n ലാംഡ. അതിന് ലാംഡ ഇസിക്കൽ ടു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡി ബ്രോഗ്ലി വേവിലതിനകത്ത് h/mv. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലാംഡയ്ക്ക് വരെ h/mv എന്ന് കൊടുക്കുമ്പോൾ 2πr ഇസിക്കൽ വളരെ സിമ്പിളാണ്. 2πr ഇസിക്കൽ ടു n-ന് പകരം നമുക്ക് എന്താ കൊടുക്കാം? സോറി n ഇൻറ്റു ലാംഡയ്ക്ക് വരെ എന്ത് കൊടുക്കാം? nh/mv. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ഈസ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോഗ്ലി വേവ്. 2πr ഈസിൽ n ലാംഡ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ലാംഡ എന്ന് പറയുന്നതിന് പകരം നമുക്ക് h/mv എന്ന് കൊടുക്കാം. അന്നേരം 2πr ഈസിക്കൽ ടു n h/mv. എന്നിട്ട് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, തെറ്റായിരിക്കാൻ വേണ്ടിയാണ്. 2πr mv ഈസിക്കൽ ടു nh. അതിൽ നിന്ന് mvr എടുത്തു nh/2π. ഇക്വേഷൻ നമ്പർ 1 ഒന്ന് എഴുതി പഠിച്ചോണം കേട്ടോ. ഇക്വേഷൻ നമ്പർ 1. ആംഗുലർ മൊമെൻറ്റത്തിനുള്ള ഇക്വേഷൻ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഫസ്റ്റ് +1 നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അത് പഠിച്ചാണ്. L ഈസിക്കൽ i ഒമേഗ. I എന്ന് പറയുന്നത് mr². നൊസ്റ്റാൾജിയ വരുന്നുണ്ടായിരിക്കും, നൊസ്റ്റാൾജിയ പഠിച്ചവർക്ക് നൊസ്റ്റാൾജിയ ഉണ്ടായിരിക്കും. V ഈസിക്കൽ ടു r ഒമേഗ. അതിൽ നിന്ന് ഒമേഗ ഈസിക്കൽ ടു v/r. എന്തിനാ? ഐയും ഒമേഗയും വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാ. L ഈസിക്കൽ i ഒമേഗ. I എന്ന് പറയുന്നത് mr², V എന്ന് പറയുന്നത് r ഒമേഗ. അതിൽ നിന്ന് ഒമേഗ ഈസിക്കൽ v/r. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ v സ്മോൾ ലെറ്റർ കൊടുത്താൽ മതി. ഓക്കെ, അന്നേരം L ഈസിക്കൽ ടു ഐക്ക് വരെ mr² ഇൻറ്റു ഒമേഗയ്ക്ക് വരം v/r. എന്തൊക്കെ തട്ടി കളയാം? r² പോകും. ലാസ്റ്റ് L ഈസിക്കൽ ടു mvr. ഇക്വേഷൻ നമ്പർ 2. 2 1 നിങ്ങൾ നോക്കിയേ, ഒരു സൈഡ് സെയിമാ. നോക്കിയേ mvr, ഇവിടെയും mvr. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എന്തുവാ? nh/2π. ഇപ്പുറത്തെ സൈഡിൽ എന്തുവാ? h. ഇക്വേറ്റ് ചെയ്യുമ്പം എന്ത് വരും? L ഈസിക്കൽ nh/2π. ഇത് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആണോ? ആണോ? ഇതാണ്ടേ കണ്ടോ. അന്നേരം ഡി ബ്രോഗ്ലി എന്ത് ചെയ്തു? അണ്ണൻ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തെടുത്തു. അന്നേരം അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോണം. ഈ പടം ഒന്ന് വരച്ചോണം, ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. സെക്കൻഡ് കൂടി പഠിക്കാം. എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ റേഡിയസ് എക്സ്പ്രഷൻ പഠിക്കേണ്ട, ഇതിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് പോകണം. r ഈസിക്കൽ ടു e²/4πε0 mv² കാണാതെ പഠിച്ചുകൊണ്ട് പോകണം. ഓർബിറ്റൽ റേഡിയസ് ഞാൻ ഇക്വേഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് സിമ്പിളായിട്ട് കിടപ്പുണ്ട്. പക്ഷേ അതിന് ഈ ഇക്വേഷൻ വേണം. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം, പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ എനർജി കിട്ടും. ആ ടോട്ടൽ എനർജിക്കുള്ള ഇക്വേഷൻ പഠിച്ചോണം. ഇത് ഡെറിവേഷൻ ആയിട്ട് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ ഇക്വേഷൻ കാണാൻ അറിഞ്ഞിരിക്കണം, എന്നാലേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള കുഴപ്പം. 4πε0 mv² ഈസിക്കൽ e². അതിൽ നിന്ന് v² ഈസിക്കൽ ടു e²/4πε0 mr. കൈനറ്റിക് എനർജി ½ mv² ഇല്ലയോ? അന്നേരം ഈ v² സ്ഥാനത്തോട് ഇവനെ തട്ടണം, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് ലെങ്തി വീഡിയോ എന്നല്ല, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമില്ല ഈ ടോപ്പിക്കുകളൊന്നും. അന്നേരം ഈ ടോപ്പിക്കുകൾ കണ്ടുപഠിക്കുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന കുട്ടികളിലേക്ക്, സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറയുന്നത്. നമ്മൾ അതുപോലെ പഠിക്കേണ്ട വിഷയമാണ് ഫിസിക്സ്. അന്നേരം ഇത് നാളെ കഴിഞ്ഞ ശേഷം നമുക്ക് കുറേ സമയം റെസ്റ്റുകളൊക്കെ ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഹാർഡ് വർക്ക് പേസ് ഓഫ്. ഉറപ്പായിട്ട് നൽകാനുള്ള പ്രതിഫലം കിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് പഠിച്ച് മിടുക്കി കുട്ടികളുമായിട്ട് എല്ലാവരും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുക്കൻ ഇനി ഒരു വീഡിയോ വരുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഉതകുന്ന, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഗംഭീര വീഡിയോസ് ആയിരിക്കും, സ്പെഷ്യൽ വീഡിയോസ്. ഓക്കെ,
നെവർ എവർ ഗീവ് അപ്പ്. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇന്നലത്തെ രാത്രിത്തെ വീഡിയോയും പ്രോബ്ലംസിൻ്റെ വീഡിയോയും 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ വീഡിയോ വരാൻ പോകുന്നതും കണ്ടോണം. എല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഓക്കെ, അന്നേരം നന്നായിട്ട് പഠിക്കുക. എല്ലാ പ്രാർത്ഥനയോടും മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.